ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയെ പറ്റി കുറെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതനുസരിച്ച് എങ്ങനെയാണ് ഡി ഓർബിറ്റൽസിന്റെ എനർജി സ്പ്ലിറ്റ് ആവുന്നത് എന്നൊക്കെ കണ്ടു കഴിഞ്ഞു. In an octagonal complex, the T2g orbitals and EG orbitals, which are separated by delta O, these are the axial orbitals and the interaxial orbitals, and these are the axial orbitals xy, yz, zx. ഇത് കണ്ടു കഴിഞ്ഞു. അത് ഒരു tetrahedral complex ആണെങ്കിൽ അത് നേരെ തിരിച്ച് E orbitals and T2 orbitals. Again, these are the xy, yz and xz orbitals. Those are the interaxial orbitals, and these are the axial orbitals. And this difference is delta t, and you have also seen that delta t is much smaller than delta O because of the reduction in the number of ligands. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. പിന്നെ ligands നേരെ നേരെ വരാത്തതുകൊണ്ടുള്ള പ്രശ്നമൊക്കെ കൊണ്ട് ഇവിടെ കുറവായിരിക്കുന്നു വേണ്ടി. പിന്നെ എൻ്റെ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് we have this is a xz, this is a yz, this is a z square, this is xy, and this is a x squared minus y squared. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിലൊരു കാര്യം മനസ്സിലാക്കണില്ല. ഈ എക്സ് വൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വ്യത്യാസം വളരെ കൂടുതലാണ് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ്. അത് പ്രധാന പോയിന്റാണ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടില്ല എക്സ് വൈയും എക്സ് സ്ക്വയർ മൈനസ്. അതുകൊണ്ട് ഇവിടെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 ഇവിടെ 8 ഇലക്ട്രോൺ നമ്മൾ എടുക്കും. 8-ലപ്പുറം ഇലക്ട്രോൺസ് വരാനുള്ള സാധ്യത കുറവാണ്. 8-ലപ്പുറം ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള സാധ്യതയും പലപ്പോഴും കുറവായിരിക്കും. കാരണം ഈ ഗ്യാപ്പ് വളരെ കൂടുതലായതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് D8 അയോൺസ് ആണ്. D8 എന്ന് പറഞ്ഞാൽ ഏതാണ്? നിക്കല്, പലേഡിയം, പ്ലാറ്റിനം ഒക്കെയാണ് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സസ് കൂടുതലും ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ BB തിയറിയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിരുന്ന കാര്യം, അതായത് അത് കളർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഇവിടെ കൃത്യമായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ബാലൻസ് ഫീൽഡ് തിയറിയുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ മാഗ്നറ്റിസവും അല്ലേ? മാഗ്നറ്റിക് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. എന്തുകൊണ്ടാണ് എക്സാ ഫ്ലോറോഫറേറ്റ് പാരാമാഗ്നറ്റിക് ആയത്, എന്തുകൊണ്ടാണ് എക്സാ സൈനോഫറേറ്റ് ഡയമാഗ്നറ്റിക് ആയത്? We can explain it based on the crystal field theory as well as based on the valence bond theory. അതേപോലെ ഒരു കോംപ്ലക്സിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ജോമെട്രി തിരിച്ച് ജോമെട്രി മാഗ്നറ്റിക് പ്രോപ്പർട്ടി മാഗ്നറ്റിക് പ്രോപ്പർട്ടി അറിയാമെങ്കിൽ അതിന്റെ എത്ര അൺബേഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അൺബേഡ് ഇലക്ട്രോൺസിന് എണ്ണം ഇത്രയാണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ 4 കോർഡിനേറ്റ് കോംപ്ലക്സിന്റെ കേസിൽ 4 കോർഡിനേറ്റ് കോംപ്ലക്സ് 2 ഡിഫറെന്റ് ജോമെട്രി ആവാം, ടെട്രാഹെഡ്രൽ ആവാം, സ്ക്വയർ പ്ലാനർ ആവാം. മനസ്സിലായില്ലേ? ഒരു നിക്കൽ ടു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു നിക്കൽ ടു എടുത്ത കോംപ്ലക്സ് പാരാമാഗ്നറ്റിക് ആണെന്ന് പറഞ്ഞാൽ അതിൽ അൺബേഡ് ഇലക്ട്രോൺസ് ഉണ്ട് എന്നർത്ഥം. അൺബേഡ് ഇലക്ട്രോൺസ് എപ്പോൾ വരുമല്ലോ ശ്രദ്ധിക്കുക. ഒരു നിക്കൽ ടു കോംപ്ലക്സ്, ഒരു 4 കോർഡിനേറ്റ് നിക്കൽ ടു കോംപ്ലക്സ്. നിക്കൽ 2 എന്ന് പറഞ്ഞാൽ നിക്കൽ 2+ എന്ന് പറഞ്ഞാൽ അത് D8 ആയിരിക്കും. ഈ D8ന്റെ 4 കോർഡിനേറ്റ് കോംപ്ലക്സിന് 2 സാധ്യതയുണ്ട് നമുക്കറിയാം. ഒന്ന് സ്ക്വയർ പ്ലാനറും ഒന്ന് എന്താണ് ടെട്രാഹെഡ്രലും. ടെട്രാഹെഡ്രൽ ആണെങ്കിൽ എത്ര അൺബേഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും നോക്കുക. 8 ഇലക്ട്രോൺസ് 1 2 3 4 5 6 7 8. ടെട്രാഹെഡ്രൽ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ 2 അൺബേഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. സ്ക്വയർ പ്ലാനർ ആണെങ്കിലോ 1 2 3 4 5 6 7 8. ഞാൻ പറഞ്ഞു ഇവിടുത്തേക്കുള്ള ഗ്യാപ്പ് വളരെ കൂടുതലായതുകൊണ്ട് അതങ്ങോട്ട് പോകില്ല. You can see that if the complex is square planar, it will be diamagnetic. If it is a tetrahedral, it will be paramagnetic. അപ്പോൾ നിക്കൽ 2ന്റെ ഒരു 4 കോർഡിനേറ്റ് കോംപ്ലക്സ് പാരാമാഗ്നറ്റിക് ആണെന്ന് പറഞ്ഞാൽ വളരെ മനസ്സിലാക്കും അതെന്താണ്, അത് ടെട്രാഹെഡ്രൽ ആണ്. അല്ല ഡയമാഗ്നറ്റിക് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, അത് സ്ക്വയർ പ്ലാനർ ആണ്. അപ്പൊ ഇതിന്റെ ജോമെട്രി നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. നമ്മൾ നേരത്തെ BB തിയറിയിൽ കണ്ടിട്ടുണ്ട്. NiCl4 2- ഒരു ബ്രേക്കൗട്ട് നോക്കിയാൽ കാണും NiCl4 2- NiCN4 2- നോക്കിയാൽ ഇത് സ്ക്വയർ പ്ലാനർ ആണ്, ഇത് ടെട്രാഹെഡ്രൽ ആണ്, ഇത് പാരാമാഗ്നറ്റിക് ആണ്, ഇത് ഡയമാഗ്നറ്റിക് ആണ്. അപ്പൊ അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മുടെ ആർക്കുണ്ട്, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്കുണ്ട്. ഇറ്റ് ഈസ് മോർ കൻ സേ somewhat superior to the valence bond theory നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തത് ഒരു ചെറിയ ബ്രീഫ് എക്സ്പ്ലനേഷൻ അബൌട്ട് ദി മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അത് മെറ്റൽ ലിഗാൻഡ് ബോണ്ടിങ്ങിലെ പ്രധാനപ്പെട്ട 3 തിയറികളാണ്. ഒന്ന്
വാലൻസ് ബോണ്ട് തിയറി, മറ്റേത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, മൂന്നാമത്തേത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിലെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്തായിരുന്നു? The metal atom and the ligands are considered to be charges, and the interaction between the metal and the ligand is considered to be purely an electrostatic interaction between the metal and the ligand. മെറ്റലിന്റെയോ ലിഗാൻഡിന്റെ ഓർബിറ്റൽസ് പറ്റി അധികമൊന്നും ബോധർ ചെയ്യുന്നില്ല. മാത്രമല്ല മെറ്റലിന്റെ ഡി ഇലക്ട്രോൺസിനെ പറ്റി മാത്രമേ ഇത് കൺസിഡർ ചെയ്യൂ. ലിഗാൻഡ് ഇലക്ട്രോൺസ്, ലിഗാൻഡ് ഓരോ പെയർ ഓഫ് ഇലക്ട്രോൺസ് കൊടുക്കുന്നുണ്ട്. ആ ഇലക്ട്രോണിന്റെ ഗതി എന്താണെന്നുള്ളതിനെ പറ്റി എവിടെയും നമ്മളെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പ്രതിപാദിക്കുന്നില്ല. അത് വേറെ ഡ്രോബാക്ക് ആണ്. ഇത് മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ടു മച്ച് സ്ട്രെസ് ഈസ് ഗിവൺ ഓൺ ദി മെറ്റൽ ഡി ഇലക്ട്രോൺസ് ആൻഡ് നോ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ഓൺ ദി ലിഗാൻഡ് ഇലക്ട്രോൺസ്. ലിഗാൻഡ് ഇലക്ട്രോൺസ് പറ്റിയൊന്നും ലിഗാൻഡ് സിംപ്ലി ഒരു നെഗറ്റീവ് ചാർജ് ഇങ്ങനെ വരുമ്പോൾ മെറ്റലിന്റെ ഡി ഇലക്ട്രോൺസ് ഡി ഓർബിറ്റൽസിന്റെ എനർജിയിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമാണ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Too much importance is given for the metal electrons and no mention about the ligand electrons. പാവം ലിഗാൻഡ് എന്താ, ഓരോ ലിഗാൻഡും വന്ന് രണ്ട് ഇലക്ട്രോൺസ് ആണ് കൊടുക്കുന്നുണ്ട്. ആ ഇലക്ട്രോൺസിന്റെ ഗതി എന്താണെന്നതിനെ പറ്റി യാതൊരു സൂചനയും നമ്മളെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ പറയുന്നില്ല എന്നുള്ളത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ വേറൊരു ഡ്രോബാക്ക് ആണ്. മാത്രമല്ല ഒരുപാട് തെളിവുകളുണ്ട് മെറ്റലിന്റെ ഓർബിറ്റലും ലിഗാൻഡിന്റെ ഓർബിറ്റലും കൂടി ഓവർലാപ്പ് ചെയ്യുന്നില്ല. തെളിവിനെ പറ്റി നമ്മൾ തൽക്കാലം പറയണം, നമുക്ക് സിലബസിൽ ഇല്ലാത്തതുകൊണ്ട്. there are a lot of evidences for മെറ്റൽ ലിഗാൻഡ് കോവാലന്റ് ബോണ്ടിങ്. മെറ്റലിന്റെ മെറ്റലിന്റെ എം ടി ഓർബിറ്റലും ഇതിന്റെ ഫീൽഡ് ഓർബിറ്റലും തമ്മിലുള്ള ഒരു ബോണ്ട് ഫോർമേഷൻ ഉണ്ട്. അതാണ് നമ്മൾ എന്ന് പറയുന്നത് കോഓർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലിഗാൻഡ് ഈസ് ദ ഡോണർ, ദ മെറ്റൽ ഈസ് ദി ആക്സെപ്റ്റർ. അല്ലേ? മെറ്റൽ ആക്സെപ്റ്റ് ചെയ്ത് ലിഗാൻഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഓർബിറ്റൽ ഓവർലാപ്പ് വേണം. ഓർബിറ്റൽ ഓവർലാപ്പ് ഉണ്ടെങ്കിൽ തന്നെ there are a lot of scientific evidences there, but still in the crystal field theory it is not included. അപ്പോൾ തീർച്ചയായും അതിനേക്കാളും കുറച്ചുകൂടി വ്യത്യാസപ്പെട്ട ഒരു തിയറാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി, where the metal ligand orbital interaction is considered. രണ്ടും തമ്മിൽ ഓർബിറ്റൽസ് ഇന്ററാക്ഷൻ, അതാണ് പ്രധാനമായിട്ട് എംഒ തിയറിയിൽ കൺസിഡർ ചെയ്യുന്നത്. എംഒ തിയറിയിൽ ഒരുപാട് വിശദമായി പഠിക്കാനുണ്ടെങ്കിലും നമ്മുടെ സിലബസിൽ ചെറുതായിട്ട് മാത്രം സൂചന മാത്രം കൊടുത്താൽ മതി. അത് നമുക്കറിയാം, ഫസ്റ്റ് ഇയറിൽ ഡിഗ്രിക്ക് മറന്നുപോയിട്ടുണ്ടാവും, ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട് കെമിക്കൽ ബോണ്ടിങ്ങിൽ വാലൻസ് ബോണ്ട് തിയറിയും വാലൻസ് ബോണ്ട് തിയറിയും മോളിക്കുലർ ഓർബിറ്റൽ തിയറിയും. മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? The linear combination of atomic orbitals. Atomic orbitals undergo linear combination forming molecular orbital. രണ്ട് atomic orbital, വേറെ atomic orbital. ഇത് രണ്ടും കൂടി ലീനിയർ കോമ്പിനേഷൻ നടത്തിയിട്ട് പഠിച്ചത് ഒരു ബോണ്ടിങ് മോളിക് ഓർബിറ്റലും ഒരു ആന്റി ബോണ്ടിങ് മോളിക് ഓർബിറ്റലും ഉണ്ടാവും. അപ്പോൾ ഹൈഡ്രജന്റെ കേസിലാണെങ്കിൽ ഒരു 1s, മറ്റേ ഹൈഡ്രജന്റെ 1s ഇതിനോടും കൂടി ചേർന്ന് സിഗ്മ 1s sigma star 1s ഉണ്ടാവും. ഇത് പഠിച്ചോളൂ നിങ്ങൾക്ക്. See, these are the atomic orbitals and these are the molecular orbitals. ഇത് രണ്ട് മോളിക് ഓർബിറ്റൽസ് ആണ്. ഇത് രണ്ടും രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് ചേർന്ന് രണ്ട് മോളിക് ഓർബിറ്റൽസ് ഉണ്ടാവും. n atomic orbitals combined form n molecular orbitals. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് orbitals, and of which some will be bonding, some will be anti-bonding. Bonding orbitals have a lower energy compared to the atomic orbital, and anti-bonding orbital have a higher energy compared to the atomic orbitals. So, നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. And all two atomic orbitals may not undergo linear combination. രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ കോമ്പിനേഷൻ നടത്തണമെങ്കിൽ ഒരു കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. അത് പഠിച്ചിട്ടുണ്ട്. എന്താണ്? They should have the same symmetry. ഇതിന്റെ സിമട്രി ഒന്നായിരിക്കണം. If the two atomic orbitals are to undergo linear combination, the two atomic orbitals are to have a same symmetry and a comparable energy. Comparable energy means the energy difference between the two orbitals should not be too large. ഒരുപാട് വ്യത്യാസമുള്ള എനർജി വ്യത്യാസമുള്ള രണ്ട് ഓർബിറ്റൽസ് തമ്മിൽ linear combination നടക്കില്ല. കുറച്ച് വ്യത്യാസമൊക്കെ വരാം. അതാണ് comparable energy. ആ മൂന്ന് പോയിന്റുകൾ പഠിച്ചു ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറ്റോമിക് ഓർബിറ്റൽസ്. ഇത് ഞാനിപ്പോ പറയുന്നത് നമ്മൾ പണ്ട് പഠിച്ച എംഒ തിയറി ഓഫ് ബോണ്ടിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡിലും ഹൈഡ്രജനിലും നൈട്രജനിലും അല്ലെങ്കിൽ എന്താണ് ഇതിലൊക്കെ ഇല്ലേ പഠിച്ചോർമ്മയുണ്ട്. HF-ലൊക്കെയുള്ള ബോണ്ടിങ്. അതിൽ പറഞ്ഞിരിക്കുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് കൂടി ചേർന്ന് in molecules there are molecular orbitals. These molecular orbitals are formed by the linear combination of atomic orbitals. And all atomic orbitals cannot undergo linear combination. If they are to undergo linear combination, they should satisfy the following conditions. പ്രധാനപ്പെട്ട രണ്ട് കണ്ടീഷൻ. They should have the same symmetry. Symmetry ഒന്നായിരിക്കണം.
and they should have the same energy അല്ല, have a comparable energy comparable ആയാൽ മതി എന്ന് പറഞ്ഞാൽ the difference should not be too large, വളരെ വലിയ വ്യത്യാസത്തിനൊന്നും കുഴപ്പമില്ല. പിന്നെ അവർ വേറെ പോയിന്റ് പഠിച്ചിരിക്കുന്നത് ഒരേപോലത്തെ എനർജിയിൽ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യെസ് രണ്ട് മോണിക് ഓർബിറ്റൽ ഉണ്ടാവും. ഈ മോണിക് ഓർബിറ്റൽ ഇതിന്റെ സ്വഭാവങ്ങള് 50-50 ആയിരിക്കും. ഇത് രണ്ടും ഒരേ എനർജി ആണെങ്കിൽ. നേരെ മറിച്ച് ഒരു അറ്റോമിക് ഓർബിറ്റലിന്റെ എനർജി കുറവും മറ്റേ അറ്റോമിക് ഓർബിറ്റൽ എനർജി കൂടുതലുമാണെങ്കിൽ, വ്യത്യാസം വളരെ കൂടുതലില്ലെങ്കിൽ അത് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് മോണിക് ഓർബിറ്റൽസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ we can see that the bonding orbital have the bonding orbital have more characters of the lower energy orbital and the antibonding orbital have more characters of the higher energy orbital. ഇവിടെ ഒരേ എനർജി അങ്ങനെ ഇതിനും ഇതിന്റെ രണ്ട് സ്വഭാവം തുല്യമായിട്ട് കിട്ടും. ബോണ്ടിങ്ങിനും ആന്റിബോണ്ടിങ്ങിനും ഇതിന്റെ 50-50 സ്വഭാവങ്ങൾ കിട്ടും. പക്ഷെ നേരെ മറിച്ച് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്വഭാവം ഈ അറ്റോമിക് ഓർബിറ്റൽ പോലെ ഇരിക്കും. കൂടുതൽ have more of the characteristic of the lower energy orbital and the antibonding orbital have more of the characters of the higher energy orbital. എപ്പോഴാണ് രണ്ടും തമ്മിൽ എനർജി വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ ബോണ്ടിങ് ഓർബിറ്റലിന് ലോ എനർജി ഓർബിറ്റലിന്റെ സ്വഭാവങ്ങളും അതിന്റെ ആന്റിബോണ്ടിങ് ഓർബിറ്റലിന് ഹൈ എനർജി ഓർബിറ്റൽ സ്വഭാവങ്ങളാണ് കൂടുതൽ കിട്ടുന്നത്. പൂർണ്ണമായിട്ടല്ല, രണ്ടും കൂടി ചേർന്ന് പൂർണ്ണമായിട്ടാവില്ല, പക്ഷെ കൂടുതൽ. മനസ്സിലായില്ലേ? അതും കൂടി മനസ്സിലാക്കുക. ഇനി നമ്മൾ കോംപ്ലക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ജോമെട്രി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓൺലി യു ആർ ടു സ്റ്റഡി ദി ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലെ വീണ്ടും കഴിഞ്ഞ ദിവസം പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യാണ്. വി ഹാവ് the metal atom at the origin, two ligands along the x-axis, this is the x-axis, two ligands along the y-axis, this is the y-axis, and two ligands on z-axis, that is perpendicular to this one. x-axis and y-axis z-axis ligands ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കും. പിന്നെ ഒരു കാര്യമുള്ളത്, ലിഗാൻഡും മെറ്റലും തമ്മിൽ ഓർബിറ്റൽ ഓവർലാപ്പ് നടത്തണമെങ്കിൽ അതെന്തായിരിക്കണം? നേരെ വരണം അല്ലേ? നേരെ വരുന്ന ഓർബിറ്റ് എന്നാണ്. കാരണം നമുക്കറിയാം ഈ ലിഗാൻഡ്സ് ഒക്കെ ഇരിക്കുന്നത് ആക്സിസിലായതുകൊണ്ട് ആക്സിയൽ ഓർബിറ്റൽസ് ആയ d(x²-y²) d(z²) ആണ് ഇതുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഓർബിറ്റൽ xyക്ക് പറ്റൂല, കാരണം xyക്ക് σ1 ഫോം ചെയ്യാൻ പറ്റില്ല. എന്താണ് അത് നേരെ y1 ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ലിഗാൻഡുമായിട്ട് ഒരിക്കലും σ1 ഫോം ചെയ്യാൻ പറ്റില്ല xyക്കും yzനും zxനും. കാരണം എന്താണ്? അതൊക്കെ ആക്സിസിനടക്കാണ്, ലിഗാൻഡ്സ് ആക്സിസിലാണ്. പക്ഷെ വേറെ ഓർബിറ്റൽസ് ഉണ്ട്, px py നമ്മൾ കഴിച്ചത് കണ്ടിട്ട് pz. ഈ px py pz ഒക്കെ px is along x axis, py is along y axis and pz is along z axis. അതുപോലെ s ഓർബിറ്റൽ സിമെട്രിക് സ്ഫെറിക്കലി സിമെട്രിക് ആണ്, എല്ലാ ആക്സിസിലും കൂടി അതിലേക്ക് അപ്രോച്ച് ഉണ്ട്. മനസ്സിലായില്ല? അതേ സമയത്ത് dxyയിലും dyzലും dxzലേക്ക് ആക്സിസിൽ കൂടി അപ്രോച്ച് ഇല്ല, അത് ആക്സിസിന്റെ ഇടക്കാണ് വരുന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോഴേ നമ്മുടെ ലീനിയർ കോമ്പിനേഷൻ നടത്താൻ പറ്റിയ മെറ്റലിന്റെ മുകളിലുള്ള ഓർബിറ്റൽസ് ആരാണ്? ഈ 5 1 2 3 4 5 6 ഓർബിറ്റലാണ്. s orbital, 3 p orbitals and 2 of the 5 d orbitals. Those are the axial d orbitals, namely d(s²-y² and dz². 6 ഓർബിറ്റൽ നമുക്ക് വേണം, കാരണം 6 ലിഗൻഡ്സ് ഉള്ളൂ. സമാധാനം, 6 ലിഗൻഡ്സ് ഉണ്ട്, 6 ഓർബിറ്റൽ ഉണ്ട്. അപ്പൊ ഈ ലീനിയർ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്ന മെറ്റൽ ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? മെറ്റലിന്റെ s ഓർബിറ്റല്, മെറ്റലിന്റെ 3 p ഓർബിറ്റല്, മെറ്റലിന്റെ 2 d ഓർബിറ്റൽ. 2 d എന്ന് പറഞ്ഞാൽ നമുക്കറിയാം d(s²-y²) dz² ആണ്. ഈ രണ്ടും ഈ മൂന്നും ഈ ഒന്നും കൂട്ടി മൊത്തം 6 ഓർബിറ്റൽ ഉണ്ട്. പക്ഷെ 6 ഓർബിറ്റലിലെയും സിമട്രി ഒന്നല്ല. നമ്മളൊരു ലിഗാൻഡ് ഒരു കോംപ്ലക്സ് എടുത്ത് mn6 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CONH3 6 times 3+ എന്ന് പറഞ്ഞ 6 ലിഗാൻഡിന്റെയും ഓർബിറ്റല് ഒരു 6 അമോണിയ തമ്മിൽ 6 വ്യത്യാസം നമുക്കറിയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇതിന് പലതിനും പല സിമെട്രിയാണ്. എസിന്റെ സിമെട്രി വരെ, px py pzന്റെ സിമെട്രി വരെ, d(x²-y²) സിമെട്രി വരെ, dz² സിമെട്രി വേറെ. അപ്പോൾ ഇത് തമ്മിൽ ലീനിയർ കോമ്പിനേഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ സിമെട്രി കമ്പയറബിൾ, സിമെട്രി ഒരേപോലെ ആവണം. എനർജി കമ്പയറബിൾ ആയാൽ മതി, കുഴപ്പമില്ല. കുറച്ച് വ്യത്യാസമൊക്കെ സഹിക്കും, അല്ലാതെ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലാന്നേ ഉള്ളൂ. എല്ലാ വ്യത്യാസം ഉണ്ടെങ്കിൽ തമ്മിൽ ബോണ്ടിങ് നടക്കുകയില്ല, അത് വേറെ കാര്യം. ബോണ്ടിങ് നടക്കുന്നുണ്ടെങ്കിൽ എനർജി തമ്മിലുള്ള വ്യത്യാസം കുറവാണെന്ന് അർത്ഥം. പക്ഷേ സിമെട്രി പലതായതുകൊണ്ട് തന്നെ we imagine that the symmetry of the
Symmetry of the ligand orbitals. There are 6 ligand orbitals. Will change in such a way that these have the same symmetry as of the metal orbitals. ആ metal orbitals 6 എണ്ണത്തിന്റെയും 6 വ്യത്യസ്ത സിമെട്രി ആയതുകൊണ്ട് തന്നെ ഈ ligand orbitals 6 എണ്ണം നമുക്ക് കാണാം. 6 metal orbitals 6 ligand orbitals ഉണ്ടായാൽ മാത്രമേ ഈ പറഞ്ഞ പ്രോസസ് നടക്കുകയുള്ളൂ. ഒരു atomic orbital plus 1 atomic orbital give 2 orbitals. One is the bonding, other one is anti-bonding. അപ്പോൾ മെറ്റലിന്റെ ഭാഗത്തും ലിഗാൻഡിന്റെ ഭാഗത്തും ഓരോ ഓർബിറ്റൽ വരണം. മെറ്റലിന്റെ ഭാഗത്തുള്ള ഓർബിറ്റൽസ് ഇതൊക്കെയാണ്. അതിന് വ്യത്യസ്ത സിമെട്രി ആണ്. അതുകൊണ്ട് ഇത് സംഭവിക്കൂ, ലിഗാൻഡിന്റെ ഭാഗത്തുള്ള ഓർബിറ്റൽ സിമെട്രി ചേഞ്ച് ചെയ്യും. കൂടുതൽ കടന്നെത്തിക്കുക. സിമെട്രി വിൽ ചേഞ്ച് ഇൻ സച്ച് എ വേ ദാറ്റ് one of the 6 orbitals have a symmetry of a s orbital. 3 of the 6 ആകെ ആറുള്ളത് അമോണിയ orbitals or the ligand orbital have the symmetry of p orbital. One have the symmetry of d square orbital and the last one has the symmetry of d z square orbital. അപ്പോൾ ചെറുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ സിമെട്രിക്ക് അനുസരിച്ച് ഈ അമോണിയ മോളിക്യൂൾസ് ഓരോന്നിന്റെയും ഓർബിറ്റൽസിന്റെ സിമെട്രി ചേഞ്ച് ചെയ്തിട്ട് ഇതിന് കറക്റ്റ് സിമെട്രി ആയ ഓർബിറ്റൽസ് ആയി മാറിയാൽ മാത്രമേ ഇത് രണ്ടും തമ്മിൽ നിന്ന് നടക്കൂ, ലീനിയർ കോമ്പിനേഷൻ നടക്കൂ. They should have the same symmetry. അങ്ങനെ സിമെട്രി ചേഞ്ച് ചെയ്യുമ്പോൾ ലിഗാൻഡ് ഓർബിറ്റൽസിന് ഓരോന്നിനും ഓരോ ഷേപ്പ് ആയിരിക്കും. 6 അമോണിയ ഒരേപോലെ ആണെങ്കിലും അതിന്റെ ഓർബിറ്റൽസിന് ഷേപ്പ് മാറും. അതിന് കാൽക്കുലേഷനും ചിത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിത്രമാണെങ്കിൽ ബുക്കിലൊക്കെ നമുക്ക് പഠിച്ചോ. ഫോർ എക്സാമ്പിൾ തന്നെ ഇപ്പൊ മെറ്റലിന്റെ മുകളിലുള്ള ഒരു ഓർബിറ്റലാണ് പി എക്സ് ഓർബിറ്റൽ. പി എക്സ് ഓർബിറ്റലിന്റെ സിമെട്രി ഇങ്ങനെയാണ്. പ്ലസ് ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണെങ്കിൽ ദിസ് ഈസ് ദ പി എക്സ് ഓർബിറ്റൽ. ഓക്കെ, അപ്പൊ ഈ പി എക്സ് ഓർബിറ്റലിൽ കൃത്യമായിട്ടുള്ള സിമെട്രി ഉള്ള ഒരു ഓർബിറ്റൽ എവിടെ വരണം? നമ്മളെ ലിഗാൻഡിന്റെ ഒരു അമോണിയ മോളിക്യൂളിന്റെ ഓർബിറ്റൽ ഏത് ഓർബിറ്റലായിരിക്കും? ദാറ്റ് ഓർബിറ്റൽ bearing the lone pair of electrons. അമോണിയ മോളിക്യൂൾ ശ്രദ്ധിക്കുക. അമോണിയനെ പറ്റി മാത്രം പറയുമ്പോൾ അത് എല്ലാത്തിനും ബാധകമല്ല. അമോണിയ മോളിക്യൂൾ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു sp3 ഓർബിറ്റലാണ് ലോൺ പെയർ ഉള്ളത്. ആ ഓർബിറ്റലിന്റെ സിമെട്രി മാറിയിട്ട് ചിത്രം കൊണ്ട് ഇങ്ങനെ വരുന്നു ചോദിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും. തൽക്കാലം മനസ്സിലാക്കുക. ഇങ്ങനെ ഷേപ്പായി മാറും. സോ ദാറ്റ് ഇപ്പോൾ നോക്കിയാൽ ഇത് രണ്ടിനും ഒരേ സിമെട്രി ആണ്. പ്ലസിന്റെ പ്ലസ് മൈനസ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് യോജിക്കും. ശരിയല്ലേ? അപ്പൊ ഈ ഷേപ്പായി മാറും ഒരു അമോണിയ മോളിക്യൂളിന്റെ ലിഗാൻഡ് ഓർബിറ്റൽ. വേറെ എന്തിൻ്റെത് പി വൈ ആക്സിൽ കൂടിയായിരിക്കും, വേറെ എന്ത് പി സെന്റ് സെന്റ് ആക്സിൽ കൂടിയായിരിക്കും. എസ് ആണെങ്കിലോ എസിന് സിമെട്രിക് ആയിട്ടുള്ളതെങ്കിൽ ഇതാ ഇങ്ങനെ ഉണ്ട്. ഏകദേശം എസ് ഓർബിറ്റൽ ഇങ്ങനെയാണ്, അതിന് സിമെട്രിക് ആയിട്ടുള്ളത് ഇങ്ങനെ 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 ഇങ്ങനെയായിരിക്കും. പ്ലസ് 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 പ്ലസ്. ഇത് ചിത്രമൊക്കെ ബുക്കിലുണ്ട്. പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റുമെങ്കിൽ നോക്കിക്കോ. കാര്യം ഇതാണ്, അതിന്റെ സിമെട്രി മാറിയിട്ട് എന്താവും? ലിഗാൻഡിന്റെ ഒരു ലിഗാൻഡ് ഓർബിറ്റലിന്റെ സിമെട്രി എസ്, മറ്റേ മെറ്റൽ എസ് ഓർബിറ്റലിന്റെ സിമെട്രി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം. എസിന്റെ സിമെട്രി എന്താണ്? എസിന്റെ ഷേപ്പ് എന്താണ്? ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇതും തമ്മിൽ സെയിം സിമെട്രി ഉണ്ട്. ഇത് എടുത്തിട്ട് പൊക്കിക്ക് നേരെ ആൾ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് യോജിക്കുന്നുണ്ടാവും. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ ലിഗാൻഡിന്റെ 6 ലിഗാൻഡ് ഓർബിറ്റൽസിന്റെ സിമെട്രി ആർക്ക് അനുകൂലമായിട്ട് മാറും? മെറ്റലിന്റെ സിമെട്രിക്ക് അനുകൂലമായിട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം ഇത് രണ്ടും തമ്മിൽ ലീനിയർ കോമ്പിനേഷൻ നടക്കും. അതൊരു കാര്യം ശ്രദ്ധിക്കുക. നമുക്കറിയാം, നമ്മളിപ്പോ നേരത്തെ മെറ്റലിന്റെ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ അതിന് 3 എണ്ണം ഡി എക്സ് വൈ സെഡ് എക്സ് സെഡിന് ഇത് സിമ്പിൾ കൊടുത്ത് നമ്മൾ T2G എന്ന് കൊടുത്തിരുന്നു. ബാക്കി 2 എണ്ണത്തിന് EG എന്ന് കൊടുത്തിരുന്നു. അതേപോലെ എസ് ഓർബിറ്റലിനും പി ഓർബിറ്റലിനും ഒക്കെ ഓരോ റൊട്ടേഷൻ. എസ് ഓർബിറ്റൽ എന്ന് പറയുന്നത് A1G എന്നാണ്. A1G എസ് ഓർബിറ്റൽ. 3 പി ഓർബിറ്റലിൽ 3 ഉണ്ടെങ്കിൽ എപ്പോഴും ടി എന്നുള്ള അക്ഷരം ഉണ്ടാവും, 2 ഉണ്ടെങ്കിൽ എപ്പോഴും ഈ എന്നുള്ള അക്ഷരം ഉണ്ടാവും, ഒന്നാങ്കിൽ എ നോ ബി എന്നുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ 1 G ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിലൊക്കെ നമുക്ക് പോകാൻ സമയം കൊണ്ട് ആവശ്യമില്ല. സോ വി ഹാവ് the 3 p orbitals with the notation T1U. മനസ്സിലായില്ലേ? അപ്പൊ 3 പി ഓർബിറ്റലും കൂടി കമ്പൈൻഡ് ആയിട്ട് T1U എന്ന് പറയും. ഒരു എസ് ഓർബിറ്റൽ നമ്മൾ A1G എന്ന് പറയും. 3 ഡി ഓർബിറ്റലിന് നമ്മൾ T2G എന്ന് പറയും. മറ്റേ 2 ഡി ഓർബിറ്റൽ നമ്മൾ EG എന്ന് പറയും.
ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഒക്ടാഹെഡ്രൽ സിമെട്രിയിൽ മാത്രമേ സിമെട്രി മാറുമ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് ജി എന്നത് യു എന്നൊക്കെയായി മാറുന്നത് വേറെ കാര്യം. അത് നമുക്ക് പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല, അതൊന്നും വിട്ടേക്കാം. അപ്പോഴേ നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂൾ വരക്കുമ്പോൾ എന്താ വരയ്ക്കുന്നത്? ഹൈഡ്രജൻ മോളിക്യൂള് ഹൈഡ്രജന്റെ 1s മറ്റേ ഹൈഡ്രജന്റെ 1s രണ്ടും കൂടി ചേർന്ന് സിഗ്മ 1s സിഗ്മ സ്ക്വയർ 1s എന്ന് വരക്കുന്നത് പോലെ ഇവിടെ നമ്മള് മെറ്റലിന്റെ ലിഗൻഡ് ഓർബിറ്റൽ അറ്റോമിക് ഓർബിറ്റൽ രണ്ട് ഡയറക്ഷനിൽ വരക്കും. മെറ്റലിന്റെ അറ്റോമിക് ഓർബിറ്റൽ ഏതൊക്കെയാണ്? 3, 4, 5 3D, then we have 4s and we have 4p. 4p എത്രയുണ്ട്? 4p 3 എണ്ണം ഉണ്ട്, 4s ഒരെണ്ണേ ഉള്ളൂ, 3D 5 എണ്ണം ഉണ്ട്. ഓക്കെ, പറയുന്ന മനസ്സിലായല്ലോ. അപ്പൊ ഇതാരതാണ്? ഇത് മെറ്റൽ അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. നമ്മളിപ്പോ തൽക്കാലം കൺസിഡർ ചെയ്യുന്നത് 3D സീരീസിൽ വരുന്ന മെറ്റലാണ്. 3D അടുത്ത സീരീസ് 4Dയിലാണെങ്കിൽ 4D 5s 5p തരും, 5Dയിലാണെങ്കിൽ 5D 6s 6p തരും. എന്തായാലും ഈ 3D ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു? ദാറ്റ് ഈസ് ആക്ച്വലി T2g പ്ലസ് EG ആണ്. T2g പ്ലസ് EG അല്ലെ? മൂന്നെണ്ണം dx/dy dx T2g d² - d² EG എല്ലാത്തിനും ഒരേ എനർജിയാണ്. ഓക്കെ, ഫോറസ് നമ്മൾ കൊടുക്കുന്നത് എസ് എന്ന് പറഞ്ഞ ഒറ്റന്നേ ഉള്ളൂ. ഈസ് denoted as A1g and this is denoted as T1u. ഇതിന്റെ വേറെ നൊട്ടേഷൻ അത് മാത്രം മനസ്സിലാവും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? മെറ്റൽ അറ്റോമിക് ഓർബിറ്റൽ ലിഗൻഡ് അറ്റോമിക് ഓർബിറ്റൽസ് എങ്ങനെ ഉണ്ടാവും? ലിഗൻഡ് അറ്റോമിക് ഓർബിറ്റൽസ് വിൽ ബി എത്ര എണ്ണം ഉണ്ടാവും? 6 എണ്ണം ഉണ്ടാവും. 6 രണ്ടെണ്ണത്തിന് ഈ ഇത് പെടുന്നില്ല, T2g പെടുന്നില്ല. എന്തുകൊണ്ടാണ്? T2g is interaxial, it will not cannot form a sigma bond with a ligand. അപ്പൊ ഇതിലുള്ള രണ്ടും ഈ 1 3 ഈ 3 6 എണ്ണം. അപ്പോഴേ ലിഗാൻഡ് ഓർബിറ്റൽസ് 6ഉം ഒരേ എനർജി ആയിരിക്കും. 1 2 3 4 5 6. എന്നേരത്തെ പറഞ്ഞ് താഴ്ത്താണ് വരച്ചത്, ചേർത്ത് വരച്ച അതിന്റെ അർത്ഥം ഒരേ എനർജിയാണ്. ഇതൊക്കെ എന്താണ്? A1g പ്ലസ് T1u പ്ലസ് EG. A1gയിലെ 1ഉം T1uയിലെ 3ഉം EGയിലെ 2ഉം. ഇവിടെ A1g ഉണ്ട്, T1u ഉണ്ട്, EG ഉണ്ട്. ഇനി എന്താ സംഭവിക്കുക? ഈ EGയും ഈ A1gയും ഈ T1u ഇവിടെയുള്ളത് തമ്മിൽ ലീനിയർ കോമ്പിനേഷൻ നടക്കുന്നു. അപ്പോൾ എന്തുണ്ടാവും? വി ഗെറ്റ് എ സെറ്റ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരച്ചാല് ഏതാണ്? 3D, that is T2g plus EG. Then we have 4s, that is A1g. ഇത് ചേർത്ത് വരുമ്പോൾ this is a 4p, that is T1u. And this part yes കുറച്ച് താഴ്ത്തിയിട്ട് വരും. 1 2 3 4 5 6. A1g പ്ലസ് T1u പ്ലസ് EG. ഇത് ലിഗാൻഡ് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. ലിഗാൻഡ് അറ്റോമിക് ഓർബിറ്റൽസ് ഒക്കെ ഒരേപോലെ ആയിരുന്നു, പക്ഷേ ഇതിന് മാച്ച് ചെയ്യാൻ വേണ്ടി സിമെട്രി ആ മോളിക്യൂൾ സ്വയം മാറ്റി എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാം. ദിസ് ഈസ് മെറ്റൽ അറ്റോമിക് ഓർബിറ്റൽസ്, ദീസ് ആർ ലിഗാൻഡ് അറ്റോമിക് ഓർബിറ്റൽസ്. രണ്ടും കൂടി ചേർന്നിട്ട് എന്താവും? ഈ A1gയും ഇവിടെയുള്ള A1g ഇവിടെ രണ്ടും കൂടി ചേർന്നിട്ട് ഒരു A1g ബോണ്ടിങ് അറ്റോമിക് ഓർബിറ്റലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു A1g A1gയും A1g സ്റ്റാർ. അതേപോലെ ഇവിടെയുള്ള T1 ഈ 3 എണ്ണവും ഇവിടെയുള്ള T1u ഈ 3 T1uയിലുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു T1u അതിന് കറസ്പോണ്ടിങ് ആയിട്ട് T1u സ്റ്റാറും ഉണ്ടാവുന്നു.
ഇവിടെയുള്ള 2 EG ഇവിടെ 2 EG കൂടി ചേർന്നിട്ട് 2 EG സ്റ്റാറും ഉണ്ടാവും. ഇത് EG സ്റ്റാർ, ഇത് EG. ഇത്രയും സിഗ്മ ഓർബിറ്റൽസ് ഫോം. ഇതൊക്കെ സിഗ്മ ഓർബിറ്റൽസ്. സിഗ്മ ബോണ്ടിങ് ഡയറക്റ്റ് ബോണ്ടിങ് ആണ്, സിഗ്മ ബോണ്ടിങ് ആണ്. യു കൻ സീ ദീസ് ആർ ദി ഓർബിറ്റൽസ്. 6 അറ്റോമിക് 6 ബോണ്ടിങ് ഓർബിറ്റലും 6 ആന്റി ബോണ്ടിങ് ഓർബിറ്റലും ഉണ്ടാവും. പിന്നെ ഈ T2G എന്താ സംഭവിക്കുന്നത്? T2G ഒന്നും സംഭവിക്കണം. അതുപോലെ അപ്പൊ നമ്മൾ T2G കൺസിഡർ ചെയ്യണം. T2G നേരെ വരച്ചേക്ക് പോവാം. This is a T2G. T2G is actually non-bonding orbital. These are the anti-bonding orbital. These are the bonding orbitals. വേണമെങ്കിൽ വേണമെങ്കിലല്ല കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് ഇതിനൊക്കെ A1G ഇവിടെയാണ്, A1G ഇവിടെയുണ്ട്, A1G ഒരു വേറെ വരക്കും. ഇവിടുത്തെ A1G ഇവിടെയാണ്. അപ്പോൾ അത് A1Gയിലേക്ക് ഒരു വേറെ വരും. A1G സ്റ്റാറിലേക്ക് അതേപോലെ തന്നെ. അപ്പോഴാണ് നമ്മുടെ മോളിക് ഓർബിറ്റൽ പിക്ചർ ശരിയായി വരുന്നത്. A1G സ്റ്റാർ. അതേപോലെ T1 ഇവിടെ T1 ഉണ്ട്, T1 ഉണ്ട്, T1 ഇവിടെ ഉണ്ട്. അപ്പോൾ T1 നിന്ന് ഇവിടുത്തെ ഒരു വരക്കോ ഇവിടുന്ന് T1U സ്റ്റാറിലേക്കും ഇവിടുത്തെ T1U നിന്ന് T1U സ്റ്റാർ EG 2 EG ഇവിടെയാണ്. EG ഇതിൽ ഏതാണെന്ന് കാണിക്കുന്നതുമാണ്. ഈ ഗ്രൂപ്പിൽ നിന്ന് EG സ്റ്റാറിലേക്ക് ഒരു വര, ഇവിടുത്തെ EG ഒരു വര, ഈ ഗ്രൂപ്പിൽ നിന്ന് EG ഒരു വര, ആ ഗ്രൂപ്പിൽ തന്നെ EG സ്റ്റാറിലേക്ക് വേറൊരു വര. ഇതിന്റെ ഓളേക്ക് ഒരു വര ഇത് നേരെ വരുന്നു. ഈ വരച്ചിരിക്കുന്ന ചിത്രമാണ് എന്ത്? ദ മോളിക്കുലർ ഓർബിറ്റൽ പിക്ചർ ഓഫ് എ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ MO പിക്ചർ നമ്മൾ വരച്ചിരിക്കുന്നത് കൺസിഡറിങ് ഓൺലി സിഗ്മ ബോണ്ടിങ്. സിഗ്മ ബോണ്ടിങ് മാത്രം കൺസിഡർ ചെയ്താൽ നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, മെറ്റൽ ലിഗാൻഡ് തമ്മിൽ സിഗ്മ ബോണ്ട് ഉണ്ടോ പൈ ബോണ്ട് ഉണ്ടോ. പൈ ബോണ്ട് ഒന്നും ഇവിടെ കൺസിഡർ ചെയ്താൽ മനസ്സിൽ ചിത്രം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്ന മാത്രമേ ഉള്ളൂ. സിഗ്മ ബോണ്ട് മാത്രം കൺസിഡർ ചെയ്താൽ ഇതാണ് സ്ഥിതി. മനസ്സിലായോ? These are the metal atomic orbitals. These are the symmetry ligand atomic orbitals. നേരത്തെ ligand atomic orbital അല്ല, അതിന്റെ സിമെട്രി ചേഞ്ച് ചെയ്തിട്ട് ഇതിന് ഓരോന്നിനും ഞാൻ പറഞ്ഞ് ഇതിലെ EG കറസ്പോണ്ടിങ് ആയിട്ട് 2 എണ്ണം, ഇതിലെ A1G കറസ്പോണ്ടിങ് 1 എണ്ണം, ഇതിൽ T1 കറസ്പോണ്ടിങ് ആയിട്ട് 3 എണ്ണം, 3 4 എണ്ണം 6 ലിഗാൻഡ് ഓർബിറ്റൽസ് 3 + 1 + 2 പല രൂപത്തിലുള്ള ഷേപ്പായി മാറി. ഷേപ്പല്ല, സിമെട്രി ആയി മാറി. എന്നിട്ട് മാത്രം ഇത് ലീനിയർ കോമ്പിനേഷൻ നടത്തി ഇങ്ങനെ atomic orbitals join ചെയ്ത് set of anti-bonding orbitals and a set of bonding orbitals ഉണ്ടായി. ഇതിലൊന്നും പങ്കെടുക്കാത്ത T2G ഓർബിറ്റൽ അതേപോലെ എനർജി ഇങ്ങനെ കാണിക്കുന്ന ഹൈറ്റ് വ്യത്യാസം, എനർജി കുറഞ്ഞ എനർജി കൂടി എന്നാണ്. ഈ എനർജി നേരത്തെ തന്നെയാണ്. കാരണം എന്താണ്? ആ ബോണ്ടിങ് പങ്കെടുത്തിട്ടില്ല. ബോണ്ടിങ് പങ്കെടുത്ത് കഴിഞ്ഞാൽ 2 അറ്റോമിക് ഓർബിറ്റ്സ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 2 മോളിക് ഓർബിറ്റ്സ് ഉണ്ട്. ഒന്നിന്റെ എനർജി താഴെ, എനർജി കുറവായിരിക്കും, ഒന്നിന്റെ എനർജി A1G താഴെ, A1G പേരെ. മനസ്സിലായില്ലേ? Whenever 2 atomic orbitals combine together, 2 molecular orbitals are formed in such a way that one is bonding orbital with comparatively low energy, one is higher energy anti-bonding orbital. Okay. ഇനി ഇലക്ട്രോൺസ് ഫില്ലിയാങ്കിൽ എത്ര ഇലക്ട്രോൺസ് സർക്കാൻ ഉണ്ടാവും ശ്രദ്ധിക്കുക. ഈ ലിഗാൻഡിന്റെ ഭാഗത്ത് എല്ലാ ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ഓരോ 2 ഇലക്ട്രോൺ, 6 ലിഗാൻഡ് 12 ഇലക്ട്രോൺസ് കൊടുക്കും. മെറ്റലിന്റെ ഭാഗത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും മെറ്റലിന്റെ ഭാഗത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും അപ്പോൾ പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞാൽ സ്കാൻഡിയം ആണെങ്കിൽ സ്കാൻഡിയം 2+ 1 ഇലക്ട്രോൺ ഉണ്ടാവും. Fe2+ ആണെങ്കിൽ 6 ഇലക്ട്രോൺ ഉണ്ടാവും. Na2+ ആണെങ്കിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. സിങ്ക് 2+ ആണെങ്കിൽ 10 ഇലക്ട്രോൺസ് ഉണ്ടാവും. വ്യത്യാസം 1 to 10 D ഇലക്ട്രോൺസ് അല്ലേ? D1 to D10 ആണ്. 1 മുതൽ 10 വരെ ഇലക്ട്രോൺ ഉണ്ട്. ചിലപ്പോൾ 1 ഇലക്ട്രോൺ ഇല്ലാതെ ഇരിക്കാം, 0 ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ടോട്ടലി 12 + n ഇലക്ട്രോൺസ് അല്ലേ are to be filled in this orbital. ഓർമ്മയുടെ ഹൈഡ്രജന്റെ കേസിൽ നമ്മൾ 1 ഇലക്ട്രോൺ ഇവിടെ, 1 ഇലക്ട്രോൺ ഇവിടെ. അത് ബോണ്ടിങ്ങും ആന്റി ബോണ്ടിങ്ങും ആയി കഴിഞ്ഞാൽ എന്താണ്? ഈ 2 ഇലക്ട്രോൺ ഇവിടെ ഫില്ല് ചെയ്യും. And we say the bond order is 1 എന്ന് പറയുന്നത് വെച്ചിട്ടാണ്. അപ്പൊ രണ്ടും ലോവർ എനർജിയിലേക്ക് പോകുന്നതുകൊണ്ട് ഇത് കൂടുതൽ സ്റ്റേബിൾ ആയ ഒരു മോളിക്യൂളായി മാറും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. H2 molecule is stable than 2 hydrogen atoms because this type of bonding. ഇത് atomic orbital atomic combine ചെയ്ത് കഴിഞ്ഞാൽ ഒരു low energy molecular orbitലേക്ക് 2 ഇലക്ട്രോൺ പോകുന്നത്. That means lower energy state, that is more stable state. അതുകൊണ്ട് തന്നെയാണ് H2 ഹീലിയം 2 ഹീലിയത്തില് ഓരോ ഹീലിയത്തിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. 2 4 വരുമ്പോൾ you can see that the effect cancel ആയി പോകും. അതുകൊണ്ട് H2 molecule ഇല്ല എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം.